Next is VI characteristics. VI characteristics of PN junction. Voltage ampere. This is the syllabus. What is a PN junction and voltage ampere characteristics? Voltage ampere characteristics is the graphical representation of the relation between. It is the graphical. VI characteristics graphical representation. Graphical representation of the relation between voltage across the junction and current through the circuit. Voltage and current. It is the graphical representation between the voltage and the current. Okay. For that consider a circuit. Circuit consider സർക്യൂട്ടിൽ നമ്മളൊരു ബാറ്ററി ഉണ്ട്, നമ്മൾ എക്സ്റ്റേണൽ DC ബയാസിങ് ഉണ്ട്, അതിൽ ഞാൻ റിയോസ്റ്റാറ്റ് വെച്ചിട്ട് നമുക്ക് ബാറ്ററീൻ്റെ എമൗണ്ട് ഓഫ് വോൾട്ടേജ് എത്രമാത്രം ഡ്രോപ്പ് ചെയ്യുന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു റെസിസ്റ്റൻസുമായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്, നമുക്ക് എത്രമാത്രം വോൾട്ടാണ് ഇവിടെ വരുന്നത് അറിയാൻ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അമ്മീറ്റർ ഉണ്ട്, മില്ലി അമ്മീറ്റർ. ഇവിടെ ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ട്, P and N. അങ്ങനെയാ. ഇവിടെ ഫോർവേഡ് ബയാസറാണോ റിവേഴ്സ് ബയാസറാണോ? P പോസിറ്റീവ്, N നെഗറ്റീവ്. ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസിങ്. ഇതാണ് ഫോർവേഡ് ബയാസിങ് കണ്ടീഷൻ. ഓക്കെ. ദ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് ടു ഡിറ്റർമിൻ ദ VI characteristics is shown here. The circuit arrangement to study the VI characteristics of a PN junction. ഇതൊരു ഡയോഡാണ്. അപ്പോൾ ഡയോഡ് നമ്മളൊരു അമ്മീറ്റർ, ഒരു വോൾട്ട് മീറ്റർ, ഒരു റെസിസ്റ്റൻസ് R, ഒരു എക്സ്റ്റേണൽ സപ്ലൈ വോൾട്ടേജും കൂടി കൊടുത്തിട്ട് നമ്മൾ ഈ സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ VI characteristics സ്റ്റഡി ചെയ്യുന്നത്. First, there are three cases. First one is zero external bias. Zero external bias. അതായത് ഞാൻ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. സീറോ എക്സ്റ്റേണൽ ബയാസ്. സീറോ എക്സ്റ്റേണൽ ബയാസ് മീൻസ് എന്താ? ഒരു PN ജംഗ്ഷൻ മാത്രമേ അത് സർക്യൂട്ടിലുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഒരു PN ജംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും അല്ലേ. അതായത് പൊട്ടൻഷ്യൽ ബാരിയർ ഫോം ചെയ്യും. അപ്പോൾ ദർ ഇസ് നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അപ്പോൾ സീറോ എക്സ്റ്റേണൽ ബയാസിൽ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് വരച്ചാൽ ദർ ഈസ് നോ കറണ്ട്. ദിസ് റെപ്രസെൻറ്റ്സ് സീറോ, ഒരു O എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്തായി ഒരു റെപ്രസെൻറ്റ്സ് O. വോൾട്ടേജ് ഇല്ല, കറണ്ട്. വെൻ എക്സ്റ്റേണൽ വോൾട്ടേജ് ഈസ് സീറോ, അത് എക്സ്റ്റേണൽ വോൾട്ടേജ് ഈസ് സീറോ. നമ്മളിവിടെ ഒരു കീ കൊണ്ട് കണക്ട് ചെയ്താൽ ദിസ് ഈസ് ദ കീ. അതായത് കീ നമ്മൾ ഓപ്പൺ ആക്കിയാൽ ഈ വോൾട്ടേജ് നമ്മളിവിടെ എവിടെ ഇല്ല, ഈ സർക്യൂട്ടിലില്ല. അപ്പോൾ വെൻ എക്സ്റ്റേണൽ വോൾട്ടേജ് സീറോ, ദ സർക്യൂട്ട് ഈസ് ഓപ്പൺ അറ്റ് K, ദ വോൾട്ടേജ് അക്രോസ് ദ PN ജംഗ്ഷൻ ബിക്കം സീറോ ആൻഡ് നോ കറണ്ട് ഫ്ലോ ത്രൂ ഇറ്റ്. The corresponding point is represented as O in VI graph. Okay. Next case എന്നാ സീറോ എക്സ്റ്റേണൽ ബയാസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസ്ഡ് കേസ്. ഫോർവേഡ് ബയാസ്ഡ് കേസ് എന്നാ ഈ കീ ക്ലോസ് ചെയ്തു, പിന്നെ ബാറ്ററിൻ്റെ പോസിറ്റീവ് ഇതിൻ്റെ പീക്ക് കൊടുത്തു, ബാറ്ററിൻ്റെ നെഗറ്റീവ് ഇതിൻ്റെ N സൈഡിന് കൊടുത്തു. ഓക്കെ. P type is connected to the positive terminal and N type is connected to the negative terminals. ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഡ്യൂറിങ് ഫോർവേഡ് ബയാസിങ് പൊട്ടൻഷ്യൽ ബാരിയർ അല്ലേ. പൊട്ടൻഷ്യൽ ബാരിയർ അതായത് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടാവും. PN ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടാവും. പൊട്ടൻഷ്യൽ ബാരിയർ ഡിക്രീസസ്, റെസിസ്റ്റൻസ് ഡിക്രീസസ്. അപ്പോൾ ഇവിടെ എന്നാ പൊട്ടൻഷ്യൽ ബാരിയർ ഡിക്രീസസ്, റെസിസ്റ്റൻസ് ഡിക്രീസസ്, കറണ്ട് I ഇൻക്രീസസ് സ്ലോലി. ഓക്കെ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ആദ്യം കൊടുക്കുന്ന വോൾട്ടേജ് എല്ലാം എക്സ്റ്റേണൽ വോൾട്ടേജ് എല്ലാം ആ പൊട്ടൻഷ്യൽ ബാരിയർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പം ഇനീഷ്യലി ഇപ്പോൾ നമ്മൾ നേരത്തെ സീറോ എക്സ്റ്റേണൽ ബയാസിൽ എടുക്കട്ടെ. അപ്പോൾ ഇനീഷ്യലി ഇങ്ങനെ പോയിട്ട് ആഫ്റ്റർ സം ടൈം കറണ്ട് ഈസ് ഇൻക്രീസിങ് ഷാർപ്പ്ലി. അപ്പോൾ ഇവിടം വരെ എന്തുകൊണ്ടാണ് സ്മോൾ ഇൻക്രീസ്? ആദ്യം കൊടുക്കുന്ന വോൾട്ടേജ് ഒക്കെ എന്തിനുപയോഗിക്കും? ടു റെഡ്യൂസ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പോൾ ആഫ്റ്റർ ദ പൊട്ടൻഷ്യൽ ബാരിയർ കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പറയും പൊട്ടൻഷ്യൽ ബാരിയർ. അതിന് പൊട്ടൻഷ്യൽ ബാരിയർ കറസ്പോണ്ടിങ് ആയിട്ട് അത് നീ വോൾട്ടേജ് എന്നാ പറയാം. ഓക്കെ. അപ്പോൾ ആദ്യം കൊടുക്കുന്നതെല്ലാം അതിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കും, കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ് എല്ലാം. ഇനിയോ പൊട്ടൻഷ്യൽ ബാരിയർ നമ്മൾ റെഡ്യൂസ് ചെയ്ത് സീറോ ആയി കഴിഞ്ഞാൽ ദർ ഈസ് എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ ദ കറണ്ട്. ദർ ഈസ് എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ ദ കറണ്ട്. അപ്പോൾ വാട്ട് ഈസ് അപ്പോൾ ഇവിടുത്തെ ഈ ഷാർപ്പ് ഈ പോയിന്റിനെ പറയാൻ എന്താ പറയുക? നീ വോൾട്ടേജ്. The forward voltage എന്ന് പറഞ്ഞാൽ forward voltage
at which the current through the circuit increases sharply. ഇതിനെ പറയാം നീ വോൾട്ടേജ്. അപ്പോൾ നീ വോൾട്ടേജ് ഫോർ സിലിക്കൺ എത്രയായിരിക്കും? അത് കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ ബാരിയറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 0.7 നീ വോൾട്ടേജ്. VO ഫോർ ജർമേനിയം എന്തായിരിക്കും? 0.3. ജർമേനിയം, സിലിക്കണിന് 0.7. അപ്പോൾ ആഫ്റ്റർ നീ വോൾട്ടേജ്, അതായത് പൊട്ടൻഷ്യൽ ബാരിയർ മറികടന്നാൽ പിന്നെ ബിയോണ്ട് ദ പൊട്ടൻഷ്യൽ ബാരിയർ ദ കറണ്ട് ഈസ് ഇൻക്രീസിങ് ഷാർപ്പ്ലി വെൻ സ്മോൾ ചേഞ്ച് ഇൻ വോളിയം, സ്മോൾ ചേഞ്ച് ഇൻ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് നീ വോൾട്ടേജ് അറിഞ്ഞു. ഇനി വാട്ട് ഈസ്, ഇനി റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? P is connected to negative side. P is connected to negative side and N is connected to positive side. അപ്പോൾ റിവേഴ്സ് ബയാസിങ്ങിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്നാ ഡയോഡിൽ ഡിപ്ലീഷൻ അല്ല, ഇതാണ് പി എൻ ജംഗ്ഷൻ. പി എൻ ജംഗ്ഷൻ്റെ ഡിപ്ലീഷൻ്റെ വിടുത്ത് കൂടും. അതായത് ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ ബാരിയർ VO ഇൻക്രീസസ്, പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വിടുത്ത് ഇൻക്രീസസ്. പിന്നെയോ അപ്പോൾ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്, I കുറഞ്ഞു വരും റിവേഴ്സ് ബയാസിങ്ങിൻ്റെ കണ്ടീഷനിൽ. അപ്പോൾ ദർ ഇസ് എ സ്മോൾ കറണ്ട് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ്. ദർ ഇസ് എ സ്മോൾ കറണ്ട് ഡ്യൂ ടു, നമ്മൾ ഫോർവേഡ് ബയാസ് കഴിഞ്ഞു. ഇനി റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്താൽ ദർ ഇസ് എ സ്മോൾ കറണ്ട് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ്. ഇവിടെ എന്ന് പറയുന്നത് ഇത് മില്ലി ആംബിയർ ആണെങ്കിൽ റിവേഴ്സ്, ഇത് കംപ്ലീറ്റ് ഫോർവേഡ് ബയാസിൻ്റെ കർവാണ് ഇങ്ങനെ. റിവേഴ്സ് ബയാസിൻ്റെ കണ്ടീഷനാണ് ഇവിടെ. ദിസ് ഈസ്, അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ഇത് V, ദിസ് ഈസ് VI. അപ്പോൾ റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുക, കറസ്പോണ്ടിങ് I എന്ന് പറഞ്ഞാൽ മൈക്രോ ആംബിയർ റീജിയനിലായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ഉണ്ട്, ഇവിടം വരെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ഉണ്ട് ഡ്യൂ ടു ദ മൈനോറിറ്റി കാരിയേഴ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെജോറിറ്റി കാരിയേഴ്സ് പി ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണെങ്കിൽ മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ റിവേഴ്സ് ബയാസിൻ്റെ കണ്ടീഷൻ ദർ ഈസ് എ കണ്ടക്ഷൻ ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ അത്രമാത്രം കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യും. ഇനി നമ്മൾ റിവേഴ്സ് ബയാസ് കൂടുന്നു, അപ്പോൾ മൈനോറിറ്റി റിവേഴ്സ് ബയാസിൻ്റെ റിവേഴ്സ് ബയാസ് കൂടുന്ന സമയത്ത്, അതായത് ഈ വോൾട്ടേജ് കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി ഓഫ് അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. കൈനറ്റിക് എനർജി ഓഫ് മൈനോറിറ്റി കാരിയർ ഇൻക്രീസസ്. റിവേഴ്സ് ബയാസ് കൂടുന്ന സമയത്ത് കൈനറ്റിക് എനർജി ഓഫ് മൈനോറിറ്റി കാരിയർ ഇൻക്രീസസ്. കൈനറ്റിക് എനർജി കൂടുകയെന്ന് വെച്ചാൽ അപ്പോൾ എനർജി ഓഫ് ദ മൈനോറിറ്റി കാരിയർ ഇൻക്രീസസ്. അപ്പോൾ മൈനോറിറ്റി കാരിയർസിൻ്റെ എനർജി കൂടുന്നതനുസരിച്ച് ആ എനർജി കൂടുതൽ എനർജിയിൽ ഇലക്ട്രോൺ അതർ ആറ്റത്തിലുള്ള അല്ലേ ഇതാണ് മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ്. അതായത് ഈ നല്ല ഹൈ കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ ഇത് നോക്ക് ഔട്ട് ദ അതർ ഇലക്ട്രോൺസ് ഇൻ ദ ക്രിസ്റ്റൽ. അതായത് സെർമേനിയം ആയാലും സിലിക്കൺ അല്ലേ, അല്ലെങ്കിൽ സിലിക്കൺ ആയാലും കൈനറ്റിക് എനർജി കൂടുതലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ഇതിനെ അറ്റാക്ക് ചെയ്യും, ഇതിനെ ഹിറ്റ് ചെയ്യും, എന്നിട്ടോ ഇതിനെ റിമൂവ് ചെയ്യും ഫ്രം ദ സിലിക്കൺ ആറ്റം. അപ്പോൾ എന്താ അതർ ഇലക്ട്രോൺസിന് ജർമേനിയത്തിലായാലും സിലിക്കൺ ആയാലും കൈനറ്റിക് എനർജി കൂടുതലുള്ള മൈനോറിറ്റി കാരിയർ എന്താവും? അതർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ സിലിക്കൺ ആറ്റത്തിൽ അതർ ഇലക്ട്രോൺസിന് എക്സ്കേപ്പ് ചെയ്യിക്കും. അപ്പോൾ എന്ത് ചെയ്യും? മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? കണ്ടക്ടിവിറ്റി പെട്ടെന്ന് സഡൻ ഇൻക്രീസ് ആവും. അപ്പോൾ ഫോർ റിവേഴ്സ് ബയാസിൽ ദാറ്റ് വോൾട്ടേജ് ഈസ് നോൺ ആസ് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞാൽ എന്താ? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അപ്പോൾ സർട്ടൻ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞാൽ എന്ത്? ദർ ഇസ് എ സഡൻ ഇൻക്രീസ് ഇൻ ദ കറണ്ട്. അതിനെ പറയും. അപ്പോൾ ഡയോഡ് എന്താ അവിടുത്തെ കേസിൽ ആ ഡിപ്ലീഷൻ റീജിയൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഡയോഡ് ഡാമേജ് ആയി. ബ്രേക്ക് ഡൗൺ ഒന്ന് ഡയോഡ് ഡാമേജ് ആയി. ദർ ഇസ് എ സഡൻ ഇൻക്രീസ് ഇൻ ദ വോൾട്ടേജ്. VI ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഫോർവേഡ് ബയാസിൽ എന്നാൽ ഒന്നുകൂടി പറയാം. സീറോ എക്സ്റ്റേണൽ ബയാസിൽ ദർ ഇസ് നോ വോൾട്ടേജ് ആൻഡ് ദർ ഇസ് നോ കറണ്ട്. ഓക്കെ, ഡ്യൂറിങ് ഫോർവേഡ് ബയാസിങ് ഇനീഷ്യലി ദ വോൾട്ടേജ് ഇസ് VI. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് കൂടുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ പൊട്ടൻഷ്യൽ ബാരിയർ മറികടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അപ്പം പൊട്ടൻഷ്യൽ ബാരിയർ നീ വോൾട്ടേജ് കഴിഞ്ഞാൽ ആ മിനിമം വോൾട്ടേജിന് എന്താ പറയുക? നീ വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, നീ വോൾട്ടേജ് കഴിഞ്ഞാൽ ദർ ഇസ് എ സഡൻ ഇൻക്രീസ് ഇൻ ദ പൊട്ടൻഷ്യൽ. ഇനി റിവേഴ്സ് ബയാസിങ്ങിൻ്റെ കണ്ടീഷനിൽ ഇനീഷ്യലി ദർ ഇസ് എ സ്മോൾ കറണ്ട് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ്. ഇനി റിവേഴ്സ് വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി ഓഫ് ദ മൈനോറിറ്റി കാരിയർ ഇൻക്രീസസ്. പിന്നെയോ ആ മൈനോറിറ്റി കാരിയറിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലുണ്ട്. ഈ എനർജി മൈനോറിറ്റി കാരിയർ അതർ ഇലക്ട്രോൺസിന്, അതായത് ആറ്റത്തിലുള്ള അതർ ഇലക്ട്രോൺസിനെ നോക്ക് ഔട്ട് ചെയ്തിട്ട് പുറത്ത് എമിറ്റ് ചെയ്യിക്കും.
അപ്പോൾ ദർ ഇസ് എ കണ്ടക്ഷൻ ഡ്യൂ ടു minority carriers and that minority അതായത് കൈനറ്റിക് എനർജി ഓഫ് ദ മൈനോറിറ്റി കാരിയർ ഇൻക്രീസസ്. കൈനറ്റിക് എനർജി കൂടുന്നതുകൊണ്ട് ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും, അതർ ഇലക്ട്രോണിനെ ഹിറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ ദർ ആർ മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ദർ ഇസ് എ സഡൻ ഇൻക്രീസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ കൈനറ്റിക് എനർജി ഓഫ് ദി മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ ആ സഡൻ ഇൻക്രീസിൻ്റെ പോയിന്റ് ആണ് എന്താ പറയുക, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയാം. The minimum voltage at which the PN junction breakdown occurs with a sudden rise in reverse current is known as the breakdown voltage. അതായത് minimum voltage at which PN junction breakdown occurs with a sudden rise in reverse current is called breakdown voltage. Is called the breakdown voltage. ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ in a diode there are certain limitation. First one is the maximum forward current. നമുക്ക് അധികം കറണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല. there is a maximum forward current. maximum forward current വെച്ചാൽ it is the highest forward current that a PN junction can conduct without damage to the junction. അത് മാക്സിമം കറണ്ട് കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് അധികം കറണ്ട് ഒന്നും ഡയോഡിൽ കൊടുക്കാൻ പറ്റില്ല. the maximum current up to which the diode can conduct without damage into the PN junction. ഈ PN junction ഒരു ഡാമേജും ഇല്ലാണ്ട് നമുക്ക് എത്രമാത്രം കറണ്ട് കൊടുക്കാൻ പറ്റും, അതാണ് മാക്സിമം ഫോർവേഡ് കറണ്ട്. രണ്ടാമത്തത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഇറ്റ് ഈസ് ദ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ്. നമുക്ക് ബ്രേക്ക് ഡൗൺ എപ്പോഴാണ് നടക്കുക, ഡ്യൂറിങ് റിവേഴ്സ് ബയാസിങ് അല്ലേ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ആണ്. maximum reverse voltage that can be applied to a maximum reverse voltage that can be applied to the PN junction without damage to the junction. മൂന്നാമത് maximum power rating is the maximum power that can be applied to the PN junction. നമുക്കൊരു എത്രയോ മാക്സിമം പവറേ കൊടുക്കാൻ പറ്റുള്ളൂ, ബിയോണ്ട് ദാറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പുറത്ത് കൊടുത്താൽ ദ PN junction will break down, അതായത് ഡയോഡ് ഡാമേജ് ആവും അല്ലെങ്കിൽ ജംഗ്ഷൻ ഡാമേജ് ആവും. ഓക്കെ, ദാറ്റ് ഈസ് ദ മാക്സിമം പവർ റേറ്റിംഗ്. ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് എ PN junction. അപ്പോൾ നമ്മൾ എത്ര വരെയാണ് പഠിച്ചത്, വാട്ട് ഈസ് എ PN junction. PN junction എന്ന് പറഞ്ഞാൽ when a P type material is combined with N type. What is forward biasing? P region is connected to positive terminal and N region is connected to negative terminal. It is forward biasing. Now, what is reverse biasing? P is connected to negative side of the battery and N is connected to the positive side of battery. It is reverse biasing. But what is happening during forward and reverse biasing? Forward biasing il diode conduct ചെയ്യും. ഡയോഡ് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ഡയോഡ് കണ്ടക്ട് ചെയ്യും. റിവേഴ്സ് ബയാസിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല, നോട്ട് കണ്ടക്ട്. അതെന്താവും, ഒരു ഓപ്പൺ സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. ഓപ്പൺ സ്വിച്ച്. ഇതെന്താവും, ഡയോഡ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. അപ്പോൾ ഫോർവേഡ് ബയാസിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. പിന്നെ നമ്മൾ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ്, VI ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചു അല്ലേ. VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ഫോർവേഡ് ബയാസിങ്, സീറോ എക്സ്റ്റേണൽ ബയാസിൽ ദർ ഇസ് നോ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഫോർവേഡ് ബയാസിങ് കൂടുന്നതനുസരിച്ച് എന്താ, ആഫ്റ്റർ നീ വോൾട്ടേജ് ദ വോൾട്ടേജ് V and I അല്ലേ. റിവേഴ്സ് ബയാസിങ്ങിൽ ഇനീഷ്യൽ ദർ ഇസ് എ കറണ്ട് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ്. ആഫ്റ്റർ സം ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് VB, നീ വോൾട്ടേജ് നമുക്ക് വേണമെങ്കിൽ VK എന്ന് പറയാം. അപ്പോൾ ദിസ് ഈസ് ദ ഫോർവേഡ് ബയാസ്ഡ് കർവ്, ദിസ് ഈസ് ദ റിവേഴ്സ് ബയാസ്ഡ് കർവ്. അപ്പോൾ ദിസ് ഈസ് ദ റിവേഴ്സ് വോൾട്ടേജ്, ദിസ് ദ റിവേഴ്സ് കറണ്ട്. ഫോർവേഡ് വോൾട്ടേജ് ആൻഡ് ഫോർവേഡ് കറണ്ട്. ഇവിടെ ഫോർവേഡ് വോൾട്ടേജ് ആൻഡ് ഫോർവേഡ് കറണ്ട്. ഇവിടെയോ റിവേഴ്സ് വോൾട്ടേജ്, ഇതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് വോൾട്ടേജ്, റിവേഴ്സ് വോൾട്ടേജ്, ഇവിടെ റിവേഴ്സ് കറണ്ട്.
റിവേഴ്സ് കറൻറ്റ്. അപ്പോൾ നീ വോൾട്ടേജ് എന്താണെന്ന് മനസ്സിലായി, പിന്നെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വി ബി എന്നാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി ഓഫ് ദ മൈനോറിറ്റി കാരിയർ ഇൻക്രീസസ്. മൈനോറിറ്റി കാരിയറിൻ്റെ റിവേഴ്സ് വോൾട്ടേജ്, റിവേഴ്സ് ബയാസിങ്ങിൻ്റെ കണ്ടീഷൻ എന്നാൽ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസസ് അല്ലേ. ദാറ്റ് നോക്ക് ഔട്ട് ദ അതർ ഇലക്ട്രോൺസ്, അതായത് അതർ ഇലക്ട്രോൺസിനെ അത് ഇജക്റ്റ് ചെയ്യിക്കും. നോക്ക് ഔട്ട് അതർ ഇലക്ട്രോൺസ് ഇൻ ദ ക്രിസ്റ്റൽ, അപ്പോൾ എന്താവും, ദാറ്റ് ഈസ് എ സഡൻ ഇൻക്രീസ് ഇൻ ദ റിവേഴ്സ് കറൻറ്റ്. സഡൻ ഇൻക്രീസ് ഇൻ ദ റിവേഴ്സ് കറൻറ്റ്. അപ്പോൾ ഇതാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ നിങ്ങൾ എന്തെല്ലാം എഴുതണം? വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വരക്കണം. ഒരു കീ വെച്ചു, എന്നിട്ടോ ഒരു റിയോസ്റ്റാറ്റിലേക്ക് കൊടുത്തു, റിയോസ്റ്റാറ്റിൽ നിന്ന് റെസിസ്റ്റൻസിലേക്ക് കൊടുത്തു, ഇവിടുന്ന് ഒരു വോൾട്ട് മീറ്ററിലേക്ക് കൊടുത്തു, ഇവിടുന്ന് ഒരു അമ്മീറ്ററിലേക്ക് കൊടുത്തു, ഇവിടുന്ന് ഒരു പി എൻ ജംഗ്ഷനിലേക്ക് കൊടുത്തു. എന്നിട്ടോ ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊരു അമ്മീറ്ററാണ്, ഇത് വോൾട്ട് മീറ്ററാണ്, എത്രമാത്രം വോൾട്ടേജ് നമുക്ക് വി ക്യാൻ മെഷർ ദ വോൾട്ടേജ് ആൻഡ് കറൻറ്റ്. അപ്പോൾ ഒന്നും കൊടുക്കാൻ സമയത്തുള്ള വോൾട്ടേജും കറൻറ്റും നമുക്ക് മെഷർ ചെയ്യാം, നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു. ഇനിയോ നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു, പിയിൽ പോസിറ്റീവും എന്നിൽ നെഗറ്റീവും കണക്ട് ചെയ്യുന്നു. എന്നിട്ടോ വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരുന്ന് കറസ്പോണ്ടിങ് അമ്മീറ്റർ റീഡിങ് നോക്കുന്നു. വി ക്യാൻ ഫൈൻഡ് എ ഗ്രാഫ് ലൈക്ക് ദിസ്, ഫോർവേഡ് ബയാസ്. ഇനി ബാറ്ററി നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യുന്നു, റിവേഴ്സ് ബയാസ്. ബാറ്ററി നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയോഡ് തിരിച്ച് കണക്ട് ചെയ്താലും മതി. അപ്പോൾ എന്താവും, ദർ ഇസ് എ സ്മോൾ കറൻറ്റ്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് എ സഡൻ ഇൻക്രീസ് ഇൻ ദി റിവേഴ്സ് കറൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഇതിനെ പറയും എന്ത്, നീ വോൾട്ടേജ്. ഓക്കെ, ഇതാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ സെമി കണ്ടക്ടർ ഡയോഡ്? സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറഞ്ഞാൽ പി ആൻഡ് എൻ ജംഗ്ഷൻസ് ആർ കമ്പൈൻഡ് ഫോം എ സെമി കണ്ടക്ടർ ഡയോഡ്. സർക്യൂട്ട് സിമ്പിൾ ഈസ് ലൈക്ക് ദിസ്. അപ്പോൾ ദിസ് റെപ്രസെൻറ്റ്സ് ഇൻ വിച്ച് ഡയറക്ഷൻ ദ കറണ്ട് ഈസ് ഫ്ലോയിങ്. ദിസ് ഈസ് പി, ദിസ് ഈസ് ലൈൻ ഇൻഡിക്കേറ്റ്സ് എൻ സൈഡ്. അപ്പോൾ പോസിറ്റീവ് ഫോർവേഡ് ബയാസിങ് മീൻസ് പി പോസിറ്റീവ്, എന്നിൽ നെഗറ്റീവ്. ഇനി വാട്ട് ഈസ് റിവേഴ്സ് ബയാസിങ്ങിൽ എങ്ങനെയാണ്? ദിസ് ഈസ് ഫോർവേഡ് ബയാസിങ്. റിവേഴ്സ് ബയാസിങ്ങിൽ ദിസ് ഈസ് പി സൈഡ്, ദിസ് ഈസ് എൻ സൈഡ്, ബാറ്ററി നെഗറ്റീവ് കണക്ട് ചെയ്യാം. ദിസ് ഈസ് റിവേഴ്സ് ബയാസിങ്. ഓക്കെ, അപ്പോൾ ലാബിൽ കാണാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. ലാബിൽ കാണുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലെ ഒരു സാധനമാണ് അല്ലേ, നടുക്കൊരു വെള്ള വരി ഉണ്ടാവും ഇവിടെ ഇങ്ങനെ. അപ്പോൾ ദിസ് ഈസ് പി സൈഡ്, ദിസ് ഈസ് എൻ സൈഡ്. അതാണ് അതിൻ്റെ അപ്പിയറൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് സെമി കണ്ടക്ടർ. പി എൻ ജംഗ്ഷൻ ഈസ് നോൺ ആസ് എ സെമി കണ്ടക്ടർ ഓർ ക്രിസ്റ്റൽ ഡയോഡ്. ഓക്കെ, അപ്പോൾ ഡയോഡിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ഇനി പഠിക്കാനുള്ളത്. ഡയോഡ് ആക്ടേഴ്സ്. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യപ്പോഴാണ് ഡയോഡ് കണ്ടക്ട് ഡ്യൂറിങ് ഫോർവേഡ് ബയാസിങ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഡയോഡ് കണ്ടക്ട് ഡ്യൂറിങ് ഫോർവേഡ് ബയാസിങ് ആൻഡ് ഡയോഡ് ആക്ടേഴ്സ് ഓപ്പൺ സ്വിച്ച്, അതായത് വിൽ നോട്ട് കണ്ടക്ട് ഡ്യൂറിങ് റിവേഴ്സ് ബയാസിങ്. ഇതാണ് മെയിനായ പോയിന്റ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഡയോഡ് കണ്ടക്ട് ഡ്യൂറിങ് ഫോർവേഡ് ബയാസ്, ഡയോഡ് വിൽ നോട്ട് കണ്ടക്ട് ഡ്യൂറിങ് റിവേഴ്സ് ബയാസ്, ഡയോഡ് ആക്ട് ആസ് ആൻ ഓപ്പൺ സ്വിച്ച്. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറയാം, ഫോർവേഡ് ബയാസിങ്ങിൽ ഡയോഡ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. എന്തുകൊണ്ടാണ്? ആ സമയത്ത് കണ്ടക്ട് ചെയ്യും, ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് അപ് ടു ടുഡേ.